ഹായ് ഫ്രണ്ട്സ്, പ്രേമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാമല്ലറിയ കാറ്റസിനെ കുറിച്ചിട്ടാണ്. ഈ കാറ്റസിൻ്റെ പ്രത്യേകത, ഇതിന് പൂക്കളുണ്ടാവും. ധാരാളം പൂക്കളുണ്ടാവുന്ന കാറ്റസാണ്. ഈ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാവും. പൂക്കൾ രാവിലെ വിരിയും, ഉച്ചയാകുമ്പോഴേക്കും പൂവുകൾ വാടും. വാടിയ ഒരു പൂവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൂമുട്ടുകളെ കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് ഭംഗിയല്ലേ പൂവിനെ കാണാൻ. മാമല്ലറിയ കാറ്റസിൻ്റെ പൂവിൻ്റെ കളറ് ഓറഞ്ചും മഞ്ഞയും കൂടി കലർന്ന കളറാണ്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മുള്ളുകളാണ്. മുള്ളുകൾക്കിടയിൽ നമ്മുടെ വിരലുകൾ പെട്ടാൽ അത് ലോക്കാക്കും. ലോക്കിൽ നിന്നും വിരൽ എടുക്കാൻ ഭയങ്കര പാടാണ്. ചെറിയ കുട്ടികളുള്ള വീടുകളിലെ കാറ്റസുകളെ നട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്കിത് കാറ്റസാണോ മുള്ളുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ ചെടിയുടെ ഭംഗിയും പൂവിൻ്റെ ആകർഷണവും കണ്ട് അവർ കാറ്റസ് അഥവാ കള്ളിച്ചെടിയെ പിടിക്കാൻ വരും. പിന്നെ വിരൽ അതിൽ ലോക്കാവും. ലോക്കായ വിരൽ അതിൽ നിന്ന് ഊരിയെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ നിർത്താതെ കരയും. ഏറ്റവും അവസാനം നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതിനാൽ ഇങ്ങനെയുള്ള കാറ്റസുകളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അവർ കയ്യെത്ത ദൂരത്ത് വെക്കണം. കാറ്റസ് ചെടികൾക്ക് വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികളാണ്. മരുഭൂമിയിലാണ് ധാരാളം കാറ്റസ് ചെടികളെ കാണാറ്. അപ്പം നമ്മുടെ നാട്ടിലും പല കാറ്റസുകളും ലഭ്യമാണ്. വെള്ളം അധികം ആവശ്യമില്ല. വെള്ളം അധികം ആയാൽ ചെടി ചീഞ്ഞു പോവും. കാറ്റസിൻ്റെ പോട്ട് മിക്സ് മണൽ, ചാണകപ്പൊടി. മണലാണ് കൂടുതൽ പോട്ട് മിക്സിൽ നമ്മൾ ചേർത്തേണ്ടത്. എല്ലാവരും കള്ളിച്ചെടിയെ നട്ട് വളർത്തണം. വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണ്. വേണ്ടത്ര ശുശ്രൂഷ ആവശ്യമില്ലാത്ത ചെടി, പരിഗണനയോ വെള്ളമോ അധികം ആവശ്യമില്ലാത്ത ചെടി. അതിനാൽ എല്ലാവരും നട്ട് വളർത്തണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ കാറ്റസ് അഥവാ കള്ളിച്ചെടിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവരും കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.